ലോക ചാമ്പ്യന്മാരുടെ കളി. എതിരാളികൾ സ്വിറ്റ്സർലൻഡാണ്. നമുക്ക് ആ കളി ഞായറാഴ്ച രാവിലെ ഇന്ത്യൻ സമയം 6:30 അർജന്റീന അനായാസം. ഇപ്പം അർജന്റീനയുടെ കളികളൊന്നും അനായാസം എന്ന് പറയാൻ പറ്റാതായിട്ടുണ്ട്. അത് എതിർ ടീം ഏതാണെങ്കിലും ബുദ്ധിമുട്ടാണ്. അർജന്റീന ഒരുപാട് പുരോഗമിക്കാനുണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഗ്രൂപ്പ് സ്റ്റേജുകളിൽ മെസ്സിയുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പെർഫോമൻസ്, അതേപോലെ തന്നെ ടീമുകൾ അത്രമാത്രം സ്ട്രോങ് അല്ലാത്ത ടീമുകളൊക്കെ ആയതുകൊണ്ടാണ് ഗ്രൂപ്പ് സ്റ്റേജുകൾ നമ്മൾ അർജന്റീനയുടെ ഈ ഒരു അധികം എക്സ്പോസ് ചെയ്യപ്പെടാതിരുന്നത്. പക്ഷേ നോക്കൗട്ടിലേക്ക് വന്നപ്പോൾ ഗേബോദേന് പോലും ആക്ച്വലി എന്താ പറയുക അർജന്റീന മുട്ട് എടുക്കുന്നത് കണ്ടുപോകുന്നുള്ള. ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ അർജന്റീനയുടെ ആറ്റിറ്റ്യൂഡ് വൈസ് തുടക്കത്തിലൊക്കെ ഭയങ്കര ഒരു വിഷയം. വളരെ സ്ലോ ആണ് കളിയൊക്കെ തുടങ്ങുന്നതൊക്കെ. ഒരു ഫയർ തുടക്കത്തിൽ, ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് തുടക്കത്തിൽ കാണാൻ പറ്റിയിട്ടില്ല. തുടക്കത്തിൽ പിന്നെ ഗോളൊക്കെ വഴങ്ങിയതിന് ശേഷമാണ് അവരുടെ ഇൻറ്റൻസിറ്റി നമ്മൾ പിന്നെ കാണാൻ പറ്റുന്നത്. ഇന്നലെ കണ്ടുകളിയൊക്കെ അവസാനമാണ് നമ്മൾ ഷോക്ക് കിട്ടണം. ഷോക്ക് എന്നിട്ടാണ് ഒന്ന് ചൂടാവണം, എന്നിട്ടാണ് വരുന്നത്. മറ്റേത് പിന്നെ നമ്മൾ കൂടുതൽ ഗോൾ അടിച്ചുകൊണ്ടിരിക്കണം, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഒരുപാട് എല്ലാ മേഖലകളിലും ഒരു ആക്ച്വലി എന്താ പറയുക, അതുപോലെ ഗോൾ അടിക്കാത്ത പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഫോർവേഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ കളിയിൽ നോക്കുകയാണെങ്കിൽ 2 ഗോൾ കോൺട്രിബ്യൂഷൻ മെസ്സിയുടെ ഭാഗത്ത് നിന്നാണ്. ഗോളും അസിസ്റ്റും വന്നുള്ളത്. ഡിഫൻഡറാണ് ക്രിസ്ത്യനോ ഫെർണാണ്ടസ്, മിഡ്ഫീൽഡറാണ്. ഹൂലിയനും ലൗട്ടറും ഗോൾ അടിക്കുന്നില്ല. പക്ഷെ കഴിഞ്ഞ കളിയിൽ ലൗട്ടറോ ഈ കളിയിൽ അസിസ്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ സ്വിറ്റ്സർലൻഡിന് വെല്ലുവിളി ആവുമോ അർജന്റീനക്ക്? കൊളംബിയയെ അപേക്ഷിച്ച് സ്വിറ്റ്സർലൻഡാണ് അർജന്റീനക്ക് ഒന്നുകൂടി ഗുണം എന്നുള്ളതാണ്. അതായത് അർജന്റീനയുടെ കളി, അർജന്റീന എന്താണെന്നുള്ളതും അത് മെസ്സിയെ ഒന്നുകൂടി പൂട്ടാൻ ഒന്നുകൂടി സാധ്യത നന്നായിട്ട് അറിയാവുന്നത്. കോപ്പ അമേരിക്കയിൽ കൂടുതൽ മത്സരിച്ച് പരിചയമുണ്ട്. അതുപോലെ ലാറ്റിൻ അമേരിക്കൻ ഇതേപോലെ തന്നെ ക്വാളിഫയേഴ്സിൽ ഫ്രണ്ട്ലി മാച്ചുകളിലൊക്കെ കൂടുതൽ മത്സരിച്ചിട്ടുണ്ട്. അപ്പൊ മെസ്സി എങ്ങനെ പൂട്ടാൻ ഒന്നും കൂടി കൊളംബിയക്ക് നല്ല ധാരണ ഉണ്ട്. അപ്പോ ആക്ച്വലി കൊളംബിയേക്കാൾ എന്തുകൊണ്ടും അർജന്റീനക്ക് ഒന്നുകൂടി ഒരു റിലീഫ് എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡ് വരുന്നത് തന്നെയാണ്. മേധാവിത്വം അർജന്റീനക്ക് തന്നെയാണ് കളിയിൽ. മേധാവിത്വം അർജന്റീന ഒരുപാട് ആറ്റിറ്റ്യൂഡ് മാറ്റാതെ. കഴിഞ്ഞ ഇന്നലെയൊക്കെ കളിയിലെ നമ്മളിപ്പോൾ ഒരു ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും തുടക്കത്തിലൊക്കെ രീതിയിലാണ് അർജന്റീന ആറ്റിറ്റ്യൂഡ് കളി എന്ന് വെച്ചെങ്കിൽ ഗോള് വഴങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ തിരിച്ചടിക്കുക എന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്നലത്തെ കളിയിൽ ഈജിപ്ത് ആയ പോലെ ടീം ആയതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ അതിന് മുമ്പുള്ള കളി ഗബോദ പോലെ ടീം ആയതുകൊണ്ട് മാത്രമാണ് അർജന്റീനക്ക് തിരിച്ചു വരാൻ പറ്റിയെന്നുള്ളതാണ്. അങ്ങനെ ആവില്ല സ്വിറ്റ്സർലൻഡ് എന്നുള്ളതാണ്. സോ അർജന്റീനക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല എന്നർത്ഥം. എങ്കിലും അർജന്റീന മുന്നോട്ട് കയറുമെന്ന് വിചാരിക്കാം. അർജന്റീനയുടെ എക്സ്പീരിയൻസ് നോക്കൗട്ട് റൗണ്ടുകളിലൊക്കെ ഉള്ള അർജന്റീനയുടെ നിലവിലെ ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ആണ്. അവർ ഒരിക്കൽ ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ആണ് എന്നുള്ളത് കൊണ്ട് ഒന്നുകൂടി നേടണം എന്ന് അവർക്കുണ്ട്. അറ്റ്ലീസ്റ്റ് മെസ്സിയെ പോലുള്ള താരങ്ങൾക്കൊക്കെ ഉണ്ട്. പക്ഷെ അതൊരു ടീമായിട്ട് ഒന്നുകൂടി ഇതേപോലെ വളരെ ഹൈ ഇന്റൻസിറ്റിയോട് കൂടിയിട്ട് ഒരുമിച്ച് ആ സ്പിരിറ്റോട് കൂടിയിട്ട് കളിക്കണം, തുടക്കം മുതലേ കളിക്കണം എന്നുള്ളതാണ്. ആ കാഷ്വൽ അപ്രോച്ച് അവർ ഒഴിവാക്കണം. തീർച്ചയായിട്ടും അർജന്റീനയുടെ കളികൾ ഇപ്പോൾ ആരോട് കളിച്ചാലും ആരാധകർ ഇപ്പോൾ ടെൻഷൻ ഇല്ലാതെ ഞങ്ങൾ കളിയാണെന്ന് പറഞ്ഞാൽ ആരാധകർ എല്ലാ കളിയിലും ടെൻഷൻ അടിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്.